അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹമ്മ് അദ്ദേഹത്തിന്റെ ഹമ്മായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വിഷമം വന്നാൽ മൂപ്പരെ വിഷമമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെ ആദരിച്ച ആദരവ് എത്ര വലിയ ആദരവാണ്. ദീനിന്റെ ഹമ്മ് നമുക്കുണ്ടാവുക അതൊരു വലിയ വിഷയമാണ്, വലിയൊരു ഭാഗ്യമാണത്. ദീൻ അതിവിടെ ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെന്ന ഒരു ചിന്ത ഉണ്ടാവുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായ അബ്ദുല്ലാഹി ഇബ്നു സൈദിന് അന്ന് ഉറക്കം കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ള ബാങ്കിന്റെ കാര്യത്തിൽ ചർച്ച നടത്തുകയാണ്. എങ്ങനെ ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കും? ആ ഒരു ചർച്ച അതിനൊരു പരിഹാരം ആവാതെയാണ് പിരിഞ്ഞത്. ചില ചർച്ചകളൊക്കെ നടന്നു, പൂർണ്ണാർത്ഥത്തിലായിട്ടില്ല. അങ്ങനെയാണ് ഇങ്ങനെ പിരിയുന്നത്. ഇത് മൂപ്പര് ഹമ്മിലാക്കി, മൂപ്പര് കണ്ട് തൃപ്തിയായിട്ടില്ല. റസൂലുള്ളാഹിനെ അലട്ടുന്ന ഒരു വിഷയത്തിൽ പരിഹാരമായില്ലല്ലോ. ഇതിങ്ങനെ അലട്ടുകയാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും മിനാരങ്ങളിൽ നിന്ന് ഉയരുന്ന ബാങ്ക് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരിക രാവിലെ. നബിയെ ഉരീതുൽ ലൈല, ഇന്നലെ രാത്രി എനിക്ക് കാണിക്കപ്പെട്ടു, ഇങ്ങനെ ഒരാൾ വന്നു, ഇങ്ങനെ നാക്കൂസായിട്ട് ചെണ്ടയായിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാലോ. ഈ വിധത്തിലാണ് ആ റസൂലുമായുള്ള കണക്ഷൻ. അദ്ദേഹം തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴാണ്, അതാണ് പ്രബലമായ അഭിപ്രായം. അബ്ദുല്ലാഹി ഇബ്നു സൈദ് ഇബ്നു അബ്ദുർ റബ്ബ് എന്ന് പറയുന്ന ഈ മഹാൻ അൻസാരിയാണ്. അദ്ദേഹം തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം റസൂലുള്ളാഹി വഫാത്തായി എന്ന വിവരം അറിയുന്നത്. അപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ റുദ്ദ ബസരി ഹത്താ ലാ അറാ അഹദൻ ബഅദ ഹബീബി. ഹബീബ് റസൂലുള്ളാഹിനെ കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് കണ്ണ്? പിന്നെ എനിക്ക് കണ്ണ് ആവശ്യമില്ല. ഈ കണ്ണ് തിരിച്ചെടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടുകൂടി കണ്ണ് നഷ്ടപ്പെട്ടു. അദ്ദേഹമാണോ മറ്റൊരാളാണോ അഭിപ്രായ വ്യത്യാസമുണ്ട് ചരിത്രത്തിൽ. ഏതായിരുന്നാലും അങ്ങനെ ഒരു സഹാബി പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹു അത് സ്വീകരിച്ചു. കാരണം അത് ആത്മാർത്ഥമായിരുന്നു. ഈ വിധത്തിലുള്ള മഹത്തുക്കൾ, ഈ വിധത്തിലുള്ള മഹാന്മാര്, അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു, പ്രയാസങ്ങൾ നേരിട്ടു. അവസാനം പക്ഷേ ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ചരിത്രം ഉസ്താദ് സൂചിപ്പിച്ചല്ലോ. പിന്നെ എന്താണ് ഇവിടെ ചരിത്രത്തിൽ ആവർത്തിക്കാതിരിക്കുക?